ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാം വീടിൻ്റെ ഇൻറ്റീരിയേഴ്സിന് ഭംഗി നൽകുന്ന ഒരു പ്രധാന ഘടകമാണ് ഫർണിച്ചേഴ്സ്. അപ്പോൾ ആവശ്യത്തിന് ഫർണിച്ചേഴ്സ് ഓരോ മുറികളിലും ഉണ്ടായിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല, അല്ലേ? രണ്ടായാലും ഭംഗി കുറവാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഫർണിച്ചേഴ്സ് ഇൻറ്റീരിയർ ഐറ്റം സെല്ലേഴ്സാണ് ഗാലക്സി ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഗാലക്സി ഇൻറ്റീരിയേഴ്സിൻ്റെ കൊയിലാണ്ടി ഷോറൂമിലാണുള്ളത്. വർഷം മുഴുവനും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡിസ്കൗണ്ട് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഇവിടെയുള്ള ഫർണിച്ചേഴ്സ് ഐറ്റംസ് എന്തൊക്കെയാണെന്നും ഇപ്പോഴുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ട്, അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫർണിച്ചർ ഷോറൂമിലാണ്, അതായത് ഗാലക്സി ഇൻറ്റീരിയേഴ്സ്. ഇതിപ്പോൾ കൊയിലാണ്ടിയിലെ ഷോറൂമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ സാറെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. സാർ ഒന്ന് ഇൻട്രോ. യെസ്, രാജോട്ട. അതേപോലെ മാം, പിന്നെ എൻ്റെ പേര് ഷഹീർ എന്നാണ്. നമ്മൾ കൊയിലാണ്ടിയിൽ ഏകദേശം ഒരു 25 വർഷത്തോളം ഈ ഫർണിച്ചറിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. ഏകദേശം ഇൻറ്റീരിയർ മേഖലയിലും അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ഫർണിച്ചറാണോ നമുക്ക് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ മാക്സിമം ഇന്നത്തെ ഇൻറ്റീരിയർ കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അത് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് അതെ 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 കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടും ചെയ്തു കൊടുക്കുന്നു. അതെ, മുമ്പൊക്കെയാണെങ്കിൽ നമ്മളെ കടയിൽ വന്ന് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എടുക്കലായിരുന്നു. അതേസമയത്ത് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ട്സ് അയാളുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എന്താണോ അവരെ ഇൻറ്റീരിയർ കൺസെപ്റ്റ് അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതിന് നമുക്ക് ഇൻറ്റീരിയർ കൺസെപ്റ്റിൽ ഡ്രോയിങ്ങിനും 3D വരക്കാനും ഒക്കെ ഉള്ള ടീമുണ്ട്. അതേപോലെ തന്നെ നമുക്കിത് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. അപ്പം അത് മാക്സിമം നമ്മൾ ആ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എവിടെയാണ് മാനുഫാക്ചറിങ് ഒക്കെ? കോഴിക്കോട് തന്നെ. ഈ കൊയിലാണ്ടി ഏരിയയിൽ തന്നെ നമുക്ക് സിഡ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നമുക്കൊരു യൂണിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ആനക്കുളം നമുക്കൊരു ഷോറൂമുണ്ട്. പിന്നെ താമരശ്ശേരി ബാലുശ്ശേരിൻ്റെ ഇടയിൽ എഗരൂർ നമുക്ക് ഗാലക്സി ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ഇന്നത്തെ കസ്റ്റമേഴ്സ് വരുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും വെറൈറ്റി ആണല്ലോ. അതെ 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 വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ പ്രൈസ് ബേസ് ആണെങ്കിലും ഏറ്റവും ലോ എൻഡും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഏത് ഹൈ എൻഡിലേക്കും പ്രീമിയം പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വുഡൻ പലപ്പോഴും സംഭവിക്കുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് ഇതിന് ഇന്ന റേറ്റിന് കിട്ടാനുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യങ്ങളുണ്ടാവാം. പക്ഷേ അതിനുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ഒരു വാൾഡ്രോബ്സ്, ഒരു 4 ഫൂട്ട് വാൾഡ്രോബ്സ് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു നന്ന ലോ റേഞ്ചിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അതിൽ തന്നെ ചെയ്യുന്ന മേക്കിങ്, തിക്നെസ്, അതിൽ വരുന്ന സാധാരണ പോളിഷ് തന്നെ പല കാറ്റഗറിയിൽ വരുന്നുണ്ട്. ക്വാളിറ്റി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ബേസ് നല്ല മാറ്റങ്ങൾ ഏകദേശം ഒരു ഡബിളിലേക്ക് വരെ വരുന്ന പ്രൈസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ് ആ റേറ്റൊക്കെ അതിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പം സോഫ മെറ്റീരിയൽ ഒറ്റ മിനിറ്റ്, ആ ഫാബ്രിക്സ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരം മെറ്റീരിയലുകളൊക്കെ ഇപ്പം പല പേരിൽ വരുന്ന ഓരോന്നിനും ഓരോ പേര് വരുന്നുണ്ട്. ഇത് തന്നെ പല ബ്രാൻഡഡ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇന്ന് വരുന്ന ഈ മെറ്റീരിയൽ ഏകദേശം ഒരു 100 റുപ്യേൻ്റെ സ്ക്വയർ ഫീറ്റ് മുതൽ ഏകദേശം ഒരു 600-700 റുപ്യേൻ്റെ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ആർട്ടിഫിഷ്യൽ ലെതർ, അതേപോലെ തന്നെ ഒറിജിനൽ ലെതറായ ക്യാമൽ ലെതർ, അതേപോലെ തന്നെ കൗ ലെതർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറിജിനൽ അതും വരും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ബേസ് അത്യാവശ്യം നല്ല ഹൈയിലേക്ക് വരും. അപ്പം അത് കസ്റ്റമറെ കൺസെപ്റ്റ് എന്താണോ, ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എല്ലാ കസ്റ്റമറെയും സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റും. ഷുവർ. അതായത് സോഫയ്ക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, അതായത് മേലെ കോട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ലെതർ അല്ലേ? വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ്. പണ്ടൊക്കെ നമ്മൾ കട്ടൺ ഷോപ്സിൽ പോയാലും പെയിന്റ് ഷോപ്പിൽ പോയാലാണ് ഇതുപോലത്തെ കാറ്റലോഗ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഫർണിച്ചർ ഷോപ്പിലും ഇതുപോലത്തെ കാറ്റലോഗ്സ് കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവരെ ഇന്റീരിയേഴ്സിനെ അനുസരിച്ചിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ സ്വന്തമായിട്ട് നമ്മൾ ഗാലക്സി ഇൻറ്റീരിയേഴ്സിൻ്റെ പേരിൽ തന്നെ നമ്മളിപ്പം പില്ലോസ്, കട്ടിലെ കൂടെ സാധാരണ വരുന്ന ഒരു ബെഡിൻ്റെ കൂടെ വരുന്ന പില്ലോസ് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ പില്ലോസാണ് എല്ലാവരും ചൂസ് ചെയ്യുക. എന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പം കോട്ടിൽ ചാരി ഇരുന്ന് മൊബൈൽ നോക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മെമ്മറി പില്ലോ, അതേപോലെ തന്നെ ലാറ്റക്സ് പില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഇത്തിരി റേഞ്ച് ആണെങ്കിലും മെമ്മറി ഫോമിൻ്റെ പില്ലോസ്, അതേപോലെ തന്നെ ലാറ്റക്സിൻ്റെ പില്ലോസ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്.
ലാറ്റക്സിൻ്റെ പില്ലോസാണ് ഇത്. അത് ഗാലക്സിയുടെ തന്നെ സ്വന്തം പ്രോഡക്റ്റ് അല്ലേ? സ്വന്തം പ്രൊഡക്റ്റാണ്. ഇതിൽ നമ്മളെ മാട്രസും ഒക്കെ നമുക്ക് ഈ ഓണാകുമ്പോഴത്തേക്ക് ലോഞ്ച് ചെയ്യാനുണ്ട്. ഇത് ഫുള്ള് അതെ ലാറ്റക്സ് ആണ്, ഒന്ന് മെമ്മറി ഫോമാണ്, 2 പ്രൊഡക്ട്സ് ആണ്. നമ്മളിപ്പോഴത്തെ ഒരു ലോഞ്ചിങ് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഇതിന് ഏകദേശം നമ്മൾ 35% ഡയറക്റ്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു മൺസൂൺ ഓഫർ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രൊഡക്ട്സിനൊക്കെ അഡീഷണൽ ഒരു 10% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പ്രൊഡക്ട്സിനും. അത് കൂടാതെ മാട്രസിനൊക്കെ നമ്മളടുത്ത് 50% വരെ ഡിസ്കൗണ്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അതേപോലെ കുറേ കോംബോ ഓഫേഴ്സ് ഉണ്ട് നമ്മളടുത്ത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾ പ്രൊഡക്ട്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. യെസ്. നമ്മൾ ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ തന്നെ വെറൈറ്റി ഓഫ് ഡൈനിങ് ടേബിൾസ് ആണ് അല്ലേ, ഓരോ ടൈപ്പിലുള്ള. അപ്പോൾ സാർ ഇതിനെ പറ്റിയിട്ടൊന്ന് നമുക്ക് വേണ്ടിയിട്ടൊന്ന്. ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നേരം മാർബിൾ ടോപ്പ്, അതേപോലെ തന്നെ ഗ്ലാസ് പ്രിൻറ്റിംഗ് ആണ് വരുന്നത്. ഇതിന് മുമ്പേ നമ്മൾ കൊടുക്കുന്നത് പ്ലെയിൻ ഗ്ലാസ്, അതേപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഔട്ടായി. മീൻസ് നമ്മളിപ്പോൾ ഒരു ഈ ടേബിളിനെ കണ്ടില്ല മാം, പറയാൻ കാരണം ഒരു 60 സംതിങ്ങിൻ്റെ അടുത്തുനിന്ന് ഒരു 51,990 വരും. അതിൽ തന്നെ നമുക്ക് ഗ്ലാസ് പ്ലെയിനോ കൂളിംഗ് ആകുമ്പോൾ മാക്സിമം എന്തായാലും ഒരു 8 ആ റേഞ്ചിലൊക്കെ നമുക്ക് അതിന് ഡിസ്കൗണ്ട് വരും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ മാർബിൾ ടോപ്പ് നമ്മളിപ്പോൾ നോർമലി ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന വിഷയമല്ല, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചെങ്കിൽ ഫുൾ കസ്റ്റമൈസ്ഡ് ആണ് വരുന്നത്. നോർമലി നമ്മളിപ്പോൾ ഏത് ടേബിളും അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സ്പേസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ മൂവിങ് വരുന്നത്. അതിപ്പോൾ സൈസിനനുസരിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ഓൾറെഡി കസ്റ്റമർ ചെയ്യും. അത് അന്വേഷിച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ അധികം നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കേഷ്യ വുഡും അതേപോലെ തന്നെ തേക്ക് വുഡാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതേപോലെ തന്നെ ചെയർസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു 1100 മുതലാണ് നമുക്ക് ചെയർ സ്റ്റാർട്ടിങ് വരുന്നത്. ഇപ്പോഴത്തെ മൂവിങ്ങിൻ്റെ ഐറ്റം വരുന്നത് നമ്മൾ ഈ ടൈപ്പ് കുഷൻ ചെയറുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഈ ചെയറൊക്കെ ആണെങ്കിൽ ഒരു 5,400 ഒരു 4,250 റേഞ്ചിലൊക്കെ തരാൻ പറ്റിയ ഓഫറിൻ്റെ റേറ്റിലാണ് ഇത് വരുന്നത്. ഈ ചെയർസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓഫർ എന്ന് പറയുമ്പോൾ സീസൺ ടൈമിൽ നമ്മൾ എന്തായാലും വെറൈറ്റി ഓഫറുകൾ എന്തായാലും വരും. നമ്മളിപ്പോൾ സ്പെഷ്യൽ ഓഫേഴ്സാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അധികം നമുക്ക് ബെഡ്റൂം സെറ്റാണ് അധികം ഓഫേഴ്സിൽ നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 19 മുതലാണ് നമുക്ക് ബെഡ്റൂം സെറ്റൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത്. കംപ്ലീറ്റ് സെറ്റ് 19 സ്റ്റാർട്ടിങ് ആണ്. അതിൽ വിത്തൗട്ട് മാട്രസ് ആണ്. മാട്രസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ്. ചില ആൾക്കാർക്ക് ഒന്നെങ്കിൽ മെഡിക്കേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്പ്രിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോം ആയിരിക്കാം. അങ്ങനെ ഓരോരോ കൺസെപ്റ്റിലാണ് ചോയ്സിനനുസരിച്ചാണ് നമുക്ക് ഏകദേശം സ്റ്റാർട്ടിങ് വരുന്നത്. ഏകദേശം ഒരു 110 മോഡലാണ് ഗ്ലാസിൻ്റെ ഐറ്റം ഞങ്ങളെടുത്ത് വരുന്നത്. അതും നമുക്ക് ഇതിൽ ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ഞങ്ങളെ PDF ഞങ്ങൾ കാണിച്ചു തരും. അതും ഏകദേശം ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ഇവിടെ വന്നാൽ കസ്റ്റമർ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. അവരെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഏത് ബഡ്ജറ്റിലേക്ക് ഞങ്ങൾ സാധനം ചെയ്തു തരും. പക്ഷേ ഞങ്ങൾ ഈ റേറ്റ് കൂടുന്നതനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ടാവും. അവരെ പറയാൻ കാരണം ഞങ്ങളിപ്പോൾ ഒരു 5 റുപ്യൻ്റെ സാധനം ഒരു 10 റുപ്യ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി എന്തായാലും അതിൽ ഡിഫറൻറ്റ് വരും. അത് ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇത് എന്താ സൈഡിൽ മരവും ഗ്ലാസും അങ്ങനെയാണ്. അത് മൈക്കാണ് വരുന്നത്, ബിനീർ എന്ന് പറയും. പക്ഷെ ഇതൊന്നും വെള്ളം തട്ടിക്കഴിഞ്ഞാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇതില്ലേ. ഇതിന് ടോപ്പിൽ വേണമെങ്കിൽ ഗ്ലാസ് ഇടുമെങ്കിൽ ഗ്ലാസ് വിടാം. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ, ഇതാണ് വരുന്നത്, ഭംഗി ഇതാണ് റേറ്റ് വരുന്നത്. ഇത്രയൊക്കെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിപ്പോ ലിമിറ്റഡ് കളക്ഷൻസ് ഡിസ്പ്ലേക്ക് വെച്ചതാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് ഇതിന്റെ ടേബിൾ വേണം, മറ്റേ ചെയർ വേണം, അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ടൊക്കെ അല്ലേ കസ്റ്റമേഴ്സിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു വിത്തിൻ 50 മാക്സിമം എത്ര ഡേയ്സ് 15 ഞങ്ങൾ പറയുന്നത്. ഒരു 15 ദിവസം എടുത്തിട്ട് എടുത്തിട്ടാകുമ്പോൾ ഇവരെല്ലാം ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ സാധനം ഇഷ്ടപ്പെട്ട് പക്ഷേ അവർക്ക് ടൈമില്ല, ഫംഗ്ഷൻ ആകെ 2 ദിവസം ടൈമേ ഉള്ളൂ. ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അഡീഷണൽ സാധനം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനം വരുന്നത് വരെ ഞങ്ങൾ ഇങ്ങോട്ട് അതിനും ഇവര് റെഡിയാണ്. അതൊരു നല്ലൊരു കൺസെപ്റ്റ് ആണ് അല്ലേ. അതായത് ഫംഗ്ഷൻ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം എത്തുന്നത് വരെ ഇവരൊരു സാധനം അവിടെ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു ഹൗസ് വാർമിംഗ് കഴിയുന്നത് വരെ. ഈ ബെഡെല്ലാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കവർ പൊട്ടിക്കാത്ത ലെവലിൽ യൂസ് ചെയ്യണം. ചിലത് അൺസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതും പറയുന്നത് ഒരു 3-4 ദിവസത്തെ ടൈം കുടിക്കും. അതും ഞങ്ങൾ ഓക്കെയാണ്. ബെഡ് കവർ പൊട്ടിക്കാതെ നിങ്ങൾ യൂസ് ചെയ്യാം. ഇതിന്റെ സാധനം വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് റിട്ടേൺ കൊടുക്കും. അതൊക്കെ നല്ലൊരു ചാൻസ് ആണല്ലേ കസ്റ്റമേഴ്സിന് കിട്ടുന്ന.
അവർ സാറ്റിസ്ഫൈഡ് ആവും, അതാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് ഏറ്റവും വലുത്. നിങ്ങളെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് ആണല്ലോ ബെസ്റ്റ്, അവരെ ട്രീറ്റ് ചെയ്യാൻ, അതാണ് അവരെ ഹാപ്പിനെസ് നിങ്ങളുടെ. ഓക്കെ, ഇത് ഒരു ഫുൾ സെറ്റ് ആണോ? ഇത് ടി വി യൂണിറ്റ് ആണ് വരുന്നത്. ഇതിപ്പോൾ റെഡിമെയ്ഡ് ടൈപ്പാണ്. ഇതും ഏകദേശം ഞങ്ങളുടെ അടുത്ത് ഒരു 100-200 മോഡലാണ് ഞങ്ങൾ ടി വി യൂണിറ്റ് വരുന്നത്. അതും വീട്ടിൽ വന്ന് ഞങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നോർമലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 12,500 വരെ നമുക്ക് ഈ ടി വി യൂണിറ്റ് തരാൻ പറ്റും. ഇതൊക്കെ ഇപ്പോൾ ഓരോ വീടിന്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കളേഴ്സും കുറേ കളേഴ്സും വരുന്നതാണ്. ഇത് പാർട്ടിക്കിൾ ബോർഡാണ് വരുന്നത്. ഇതിലൊക്കെ മൾട്ടിവുഡൊക്കെ ആകുമ്പോൾ വീണ്ടും മാക്സിമം ലാസ്റ്റ് ചെയ്യും. പറയാൻ കാരണം വെള്ളം തട്ടിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഇഷ്യൂസുകൾ വരുന്നത്. കണ്ടിന്യൂസ് വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ വരുന്നത്. പിന്നെ ഈ കുത്തിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഇതിന് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾസ് കണ്ടതുപോലെ തന്നെ അലമാരയുടെ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട്. വെറൈറ്റി ഓഫ് അലമാരാസ് അല്ലേ, പല മോഡലിൽ, പല കളേഴ്സിൽ, പല മെറ്റീരിയൽസിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇത് നമ്മുടെ തന്നെ പ്രോഡക്റ്റാണ് UV ബോർഡിൽ വരുന്നത്. UV ബോർഡ് അലമാരാണ് ഇത് ഗാലക്സീൻ്റെ സ്വന്തം പ്രോഡക്റ്റ്. ഓക്കെ, അതുപോലെ ഇതും പാർട്ടിക്കൽ ബോർഡിൽ വരുന്ന അലമാര, സാധാ ബോർഡിൽ വരുന്ന അലമാര. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രൊഡക്ട്സിനൊക്കെ വാറണ്ടി? 5 വർഷം വാറണ്ടിയാണ് നമ്മളിതിന് കൊടുക്കുന്നത് അലമാര, ബോർഡിൻ്റെ അലമാര. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാർഡ് എന്തുണ്ട് സർവീസ് ഉണ്ടാവും. സർവീസ്. പിന്നെ മിറർ വരുന്ന ടൈപ്പ് അല്ലേ, ഇതെല്ലാം നമ്മൾ ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് അല്ലേ അലമാരാസ് കംപ്ലീറ്റ് വരുന്നത്? അളവെടുത്ത് ചെയ്യും. അങ്ങനെ പ്രോഡക്ട്സ് ഇത് കളർ ചേഞ്ചസ് വരുത്താനും ഒക്കെ പറ്റുമോ? EMI ഉണ്ടല്ലേ? EMI ഉണ്ട്, ബജാജ് ഇപ്പോൾ ഗാലക്സിയിൽ വന്നാലും ഞങ്ങൾക്ക് റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്ക് EMIയിൽ നമുക്ക് എല്ലാ പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ EMIൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഇവിടുത്തെ സ്റ്റാഫാണ്, പേര് അതുൽ. അപ്പോൾ സാറോട് ചോദിച്ച് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. സാർ എങ്ങനെയാണ് ഇവിടെ EMI സൗകര്യം? നമുക്കിപ്പോൾ 7,500 മേലോട്ടുള്ള എല്ലാ പർച്ചേസിനും EMI ഉണ്ട്. അതായത് എല്ലാ പ്രൊഡക്ട്സിനും EMI ഉണ്ട്. നമുക്കിപ്പം പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട കസ്റ്റമർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് 6 മാസത്തേക്കുള്ള സ്കീമുണ്ട്. അതെല്ലാം EMI കുറച്ചിട്ട് ഒരു 12 മാസത്തിലേക്ക് ആക്കാണ്ട് 12 മാസമുണ്ട്, 8 മാസത്തെ സ്കീമുണ്ട്. നമ്മൾ ഈ കാർഡ് കസ്റ്റമർക്കും ചെയ്യുന്നതാണ്. എല്ലാ ബജാജിൻ്റെ EMI കാർഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് കിട്ടും. അതല്ലാണ്ട് പുതിയ കസ്റ്റമർ ഉണ്ടാവുമല്ലോ, ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റാണ്, അവർക്കും നമ്മൾ പുതിയ കാർഡ് കൊടുത്തിട്ട് ഇവിടുന്ന് ചെയ്യുന്നതാണ്. ഓൾറെഡി EMI യൂസ് ചെയ്തവർക്കാണെങ്കിലും കിട്ടും. അപ്പോൾ 7,500 മേലോട്ടുള്ള എന്ത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ബില്ലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അലമാര എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടേബിൾ എടുക്കണം, ഒരു കട്ടിലെടുക്കണം, ഇതെല്ലാം കൂടി ടോട്ടലാക്കി ഒരു ബില്ലുണ്ട്. ആ ബില്ല് നമ്മൾ ചെയ്തിട്ട് DP എമൗണ്ടും EMIയും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യും. ഒരു 50,000 വരുന്ന ഒരു പ്രൊഡക്ട്സ് എടുക്കുവാണെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്ര ചെയ്യണം? ഡൗൺ പേയ്മെന്റ് ഒരു 12 മാസം, ഒരു 8 മാസം അടവാണെങ്കിൽ കാർഡ് കസ്റ്റമർ ആണെങ്കിൽ 5,322 ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. 5 സംതിങ് അടച്ചിക്കുക. 6,250 വെച്ചിട്ട് 8 മാസം അടവുണ്ടാവും. അതല്ല പുതിയ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഒരു 15 റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. അത് ടോട്ടൽ ഒരു 10 മാസം അടവ് വരും. അതിൻ്റെ അകത്ത് 2 EMIയും സർവീസ് ചാർജും ആദ്യം അടയ്ക്കണം, പ്ലസ് പുതിയ EMI കാർഡിൻ്റെ പൈസയും. എന്നിട്ട് 5,000 വെച്ചിട്ട് 8 മാസം അടവുണ്ടാവും. അപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്നിട്ട് എന്ത് പ്രൊഡക്ട്സും അപ്പോൾ വാങ്ങിക്കാം. അതുലിനെ കണ്ടാൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ സോഫയുടെ ഒരു വിപുലമായ ശേഖരമാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ അല്ലേ. ബേസ് ഫ്ലോറിലാണ് ഞങ്ങൾ പിന്നെ ടേബിൾസ്, അലമാരാസ് ഒക്കെ കണ്ടത്. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിറയെ വെറൈറ്റി ഓഫ് സോഫാസ് ആണ്. അപ്പോൾ ക്വാളിറ്റിയിൽ, സൈസിൽ, കളേഴ്സിൽ എല്ലാത്തിലും ഡിഫറെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വിപുലമായ സോഫ ശേഖരമാണിത്. അപ്പോൾ എങ്ങനെയാണ് സാർ സ്റ്റാർട്ടിങ്, അതായത് ലോ ലെവൽ മുതൽ ഒരു ഹൈ വരെ നമുക്ക് പോകും അല്ലേ? ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒരു 9,990 സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അതായത് നോർമൽ ടൈപ്പാണ്. അതൊരു ടൂവും ഒരു കോർണറാണ്. ഇപ്പോഴത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നേരം L ഷേപ്പാണ്. L ആണ് വരുന്നത്. അതിനിപ്പോൾ എല്ലിൽ കഴിഞ്ഞിട്ടും പിന്നെ U ഷേപ്പ്, അതേപോലെ തന്നെ C ടൈപ്പ്, പല ലെവലിലും നമുക്ക് സോഫ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ എന്ന് പറയുന്ന സമയത്ത് ക്ലോത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൽ ബെറ്റർ ആയിട്ട് വരുന്നത്. പറയാൻ കാരണം പല ടൈപ്പിലും നമ്മളെടുത്ത് ക്ലോത്തുകൾ റെഡിയിൽ വരുന്നുണ്ട്. ഇത് ഞാൻ എടുത്തു തരാനുള്ളൊരു കാരണം, ഈ ക്ലോത്ത് കണ്ടില്ലേ? ഈ ക്ലോത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൽ മാക്സിമം നമ്മളൊരു വെള്ളം അതേപോലെ തന്നെ കുട്ടികളൊക്കെ മൂത്രമൊഴിച്ച് കഴിയാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് താഴോട്ടേക്ക് നമ്മൾ ഒരിക്കലും ഇറങ്ങൂല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു സോഫൻ്റെത്, അതായത് ഈ സോഫയിലും കണ്ടില്ലേ, ഇതൊക്കെ ആണെങ്കിൽ ഒരു 38 ആ റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ ഈ ക്ലോത്തിലൊക്കെ വരുന്നേരം ഏകദേശം ഒരു 42, 46 ആ റേഞ്ചിലൊക്കെ വരും ഈ ക്ലോത്തിലേക്ക്. അതായത് ക്ലോത്തിൻ്റെ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റിൽ ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് HR എന്നുള്ളൊരു ക്ലോത്താണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ മൂവിങ് വരുന്നത്. അതൊരിക്കലും ഈ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരില്ല. മീൻസ് എന്ന് പറയുമ്പോൾ ഈ ക്ലോത്തൊക്കെ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോൾഫിനോ ജൂട്ട് എന്നുള്ളൊരു ക്ലോത്താണ്. ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ നൂല് പൊന്തുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇതാണെങ്കിൽ അങ്ങനത്തെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. തുടക്കാൻ പറ്റും സ്പോട്ടിൽ തന്നെ. അത് നോർമൽ സ്പോട്ടിൽ നിന്ന് തുടക്കാം. പറയാൻ കാരണം കൂടുതലായിട്ട് വെള്ളം യൂസ് ചെയ്യാതെ എന്താ പറയുക, ഒരു ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ട് ഡെയിലി ടച്ച് ചെയ്യുന്ന ഭാഗമൊക്കെ ഒരു മണ്ണുടിച്ച ഒരു ഫീൽ ഉണ്ടാവില്ലേ തുണി, അതന്നെ സ്പോട്ടിൽ തുടക്കണം കാര്യങ്ങളൊക്കെ. അഴുക്കായി കണ്ടു കഴിഞ്ഞിട്ട് സ്പോട്ടിൽ തുടക്കുക. സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ അടുത്ത് തന്നെ വെഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരും. പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ സോഫന്റെ മെയിൻ കാര്യം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഫക്കൊക്കെ വരുന്നത് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. ഈ സോഫന്റെ പ്രത്യേകത ബെൽറ്റിന്റെ മുകളിലാണ് ഫോം വരുന്നത്. ഈ സോഫയൊക്കെ പറയുന്നത് ഫുൾ സ്പ്രിംഗ് ആയിരിക്കും. ഈ സ്പ്രിങ്ങിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ഈ മക്കളൊക്കെ ചാടി മറിയുക, അതേപോലെ തന്നെ ഇതിൽ മൂത്രമൊഴിക്കുക, ഇതിന്റെ മുകളിൽ ഇരുന്ന് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇരുത്തം മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കേസ്. സോഫ എന്ന് പറഞ്ഞാൽ ഇരുത്തം മാത്രം, അതൊന്നും നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സോഫ കേസ് ഞാൻ പറഞ്ഞില്ല, ഒരു 9,990 മുതൽ 1 lakh വരെ തരാൻ പറ്റിയ സോഫ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ നേരത്തെ ഡൈനിങ് ടേബിളിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും മെറ്റീരിയൽസ് ഞങ്ങൾ ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കലില്ല. അതായത് ഈ ക്ലോത്ത് അതുപോലെ തന്നെ ഉള്ള ഫോം ഒരിക്കലും ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കലില്ല. ഫ്രെയിമിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം 10 വർഷം ഗ്യാരണ്ടി അതിന് കൊടുക്കും. സ്റ്റിച്ചിങ്ങിന് അതേപോലെ തന്നെ ഈ സ്റ്റിച്ചിങ് ഒക്കെ വേണ്ടില്ലേ, ഈ ടൈപ്പ് സ്റ്റിച്ചിങ് ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ 1 year വാറണ്ടി നമ്മൾ എന്തിനും അതിന് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു തരാൻ പറ്റും. അതാണ് ഇതിൽ വരുന്നത്. പണ്ടൊക്കെ സോഫ കുഴിഞ്ഞു പോകും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഈ സ്പ്രിങ്ങിന്റെ മോളായിരിക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ ബെൽറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെയാണ് കുറച്ചും കൂടി കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലും വരുന്നത്. നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ആയിവാ നമ്മളെ കെയറിങ് അതേപോലെ തന്നെയാണ് സോഫക്ക് ഉണ്ടാവുക. ഈ പില്ലോ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഒരു സോഫ അങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റൂല. പറയാൻ കാരണം ഇവിടെ പിടിച്ചിട്ട് നമ്മൾ സോഫ അങ്ങോട്ട് നീക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സ്റ്റിച്ചിങ് വിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക. ഓക്കെ, സെറ്റ് ചെയ്ത് വരുന്നതാണോ ടേബിൾ? അല്ല, ടീപ്പോയ് നമ്മൾ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ടീപ്പോയിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നേരം ഏകദേശം സോഫിന്റെ കളർ എന്താണോ അതേ പാറ്റേൺ ആണ് ടീപ്പോയും വരുന്നത്. കളർ കോംബോ ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ടീപ്പോയ് വരുന്നത്. ഇതും നമുക്ക് കളർ നമ്മൾ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കും. ഷുവർ, ചെയ്തു തരാൻ പറ്റും. അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതായത് താഴെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. വെക്കാം. അതിന് അഡീഷണൽ ആയിട്ട് ഒരു വലുപ്പവും കാര്യങ്ങളും മാഡം പറയുന്നത് കഴിഞ്ഞാൽ എൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം സൈഡിൽ. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോഫിന്റെ കളറാണ് ഏറ്റവും കൂടുതലും. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വീടൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു തീം ഉണ്ടാവും. അതായത് എല്ലാ ഐറ്റം ഒരു തീം ഉണ്ടാവും. ഒരു ഏകദേശം ഒരു വൈറ്റ് പെയിന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മൈൻഡിൽ ഒരു കാര്യങ്ങൾ വരും. ഇങ്ങനത്തെ കളർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മാച്ച് ആവും. പക്ഷെ അതിനനുസരിച്ചുള്ള കളറും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ കയ്യിൽ റെഡിയാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ്ഡൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 days ആണ് സോഫിന്റെ കസ്റ്റമൈസ് നിങ്ങൾ പറയുന്നത് ടൈം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെ വീട്ടിൽ പോയി അളവ് എടുത്തിട്ട് ആ ലെവലിൽ തന്നെ നമുക്ക് മെറ്റീരിയൽ ചെയ്ത് കൊടുക്കാനും പറ്റും. അതായത് ഇങ്ങനെ കോർണറിൽ വെക്കാൻ വേണ്ടിയിട്ട് കോർണർ ടൈപ്പാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു സോഫ ഒരു 40 ആണെങ്കിൽ ആ സോഫന് നമുക്ക് ഏകദേശം ഒരു 31 ചെയ്ത് കൊടുക്കാൻ പറ്റും. ഉള്ളിലെ മെറ്റീരിയൽസ് ക്ലോത്ത് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും വരുന്നുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി ആകുമ്പോൾ ഏകദേശം ഒരു 360 സ്ക്വയർ ഫീറ്റിൻ്റെ ആണെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി ആകുമ്പോൾ 120 സെയിം ആയിരിക്കും. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുന്ന കോർണറിൽ വെക്കുന്ന ടൈപ്പാണ്. ഇതിപ്പോ ഏകദേശം ഇപ്പോഴത്തെ മോഡൽ എന്ന് പറയുമ്പോൾ ആ ടൈപ്പാണ് വരുന്നത്. ഒരേ സീറ്റിംഗിൽ തന്നെയാണല്ലോ വരുന്നത്. വെക്കാൻ പറ്റുന്ന റൈറ്റ് ആണല്ലോ, ഡിസ്പ്ലേ ഒക്കെ വെക്കാൻ പറ്റുന്ന റൈറ്റാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കളിച്ചൊരു മോഡലാണ് ഈ വുഡൻ ടൈപ്പ് വരുന്നത്. വുഡൻ ടൈപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഡം ആ കുഷ്യൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന റൈറ്റാണ്. ഈ കുഷ്യൻ നമുക്ക് ഇതേപോലെ എടുക്കാൻ പറ്റുന്ന റേറ്റാണ്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ ഫുൾ കവറിങ് ഒക്കെ ആകുമ്പോൾ ഏകദേശം ഒരു 30 മേലോട്ടുള്ള സോഫയെ നമുക്ക് എടുത്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ വുഡും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഓക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീസ് മാത്രം നമുക്ക് എടുത്ത് കൊണ്ടുപോയാൽ മതി.
അയച്ചെടുക്കാൻ പറ്റുന്ന റേറ്റാണ്. പക്ഷേ ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടി വരും. എങ്ങനെയാ റേറ്റ് വരുന്നത് ഈ ഒരു ഇതൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 23 വരും. ഫുൾ അക്കേഷ്യാണ് ഇതിലിങ്ങനെ സെറ്റ് വരുന്നത്. ഈ സെറ്റ് ഇങ്ങനെ വരുന്നത് ഫുൾ അക്കേഷ്യാണ്. 5 വർഷം ഫ്രെയിമിന് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മീൻസ് ഇതിൽ തന്നെ നമുക്ക് സെക്കൻഡ് വുഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 18,500 മുതൽ തരാൻ പറ്റിയ ഐറ്റം വരുന്നുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ സോഫേനെ കട്ടിലാക്കി മാറ്റുന്ന പരിപാടി, സ്പേസ് കൊണ്ടുവരുന്ന അതൊക്കെ ചെയ്യാനുണ്ട്. സോഫ വിത്ത് കംഫർട്ട് വരുന്നുണ്ട്. നമുക്ക് താഴെയുണ്ട്, നോക്കാം. ഐറ്റംസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒക്കെ സ്റ്റോറേജ് വരുന്ന ഒരു ഐറ്റം വരുന്നുണ്ട്. ഈ ഒരു സ്പേസ് ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു നമുക്ക് അധികം വേറൊരു കാര്യം കൂടി നമ്മുടെ ഇപ്പം പറഞ്ഞതിനെ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു വലുപ്പമോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന സമയത്ത് അത് വലിച്ചു എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്കാർക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കാലും കാര്യങ്ങളൊക്കെ തട്ടുന്നൊക്കെ പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പം അതിനെ കൊണ്ട് ഈ സോഫിൻ്റെ ഇടയിൽ ആരും അങ്ങനെ സ്റ്റോറേജ് ചെയ്യില്ല. പിന്നെ സ്റ്റോറേജ് ചെയ്യുന്നത് ഇങ്ങനത്തെ മോഡല് കോർണർ കുറച്ചും കൂടി പൊന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് നമുക്ക് അതിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അതെയും കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാം. ഫോൾഡ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് കട്ടിലും വരുന്നുണ്ട്. ഇപ്പം ചുമരിലൊക്കെ വെച്ചിട്ടാണ് ചെറുത് അങ്ങനെ ചെയ്യാം. നല്ല ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അധികം കാണാത്ത വെൽവെറ്റ് എന്താ മെറ്റീരിയൽ? വെൽവെറ്റ് ടൈപ്പ് തന്നെയാണ് ക്ലോത്ത് വരുന്നത്. പക്ഷെ നല്ലൊരു കളർ അല്ലേ? ഗ്രീനില് ഡാർക്ക് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, പല ഷെയ്ഡിലും വരുന്നുണ്ട് കളർ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇതിന്റെ കൂടെ സെറ്റായിട്ട് വരുന്നതാണ്. ഇപ്പൊ വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഷുവർ. ഇത് കണ്ടില്ലേ, കുറച്ചുകൂടി നമുക്ക് സ്പേസ് ഉള്ള സ്ഥലത്തിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. ഏകദേശം ഇതിന്റെ റേറ്റ് ഒരു 3, 2, 1 സിംഗിൾ ആണെങ്കിൽ ഒരു 120 അടുത്ത് വരും. ഇതൊരു 1 പീസ് സെറ്റ് ആണ്, പക്ഷെ ഭയങ്കര സ്പേസ് വേണം. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഫസ്റ്റ് ക്വാളിറ്റി ആണ്. റക്സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ആണ്, ആർട്ടിഫിഷ്യൽ ആണ് വരുന്നത്. അങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരാത്തൊരു ഐറ്റമാണ് ഏറ്റവും കൂടുതലും. മീൻസ് ഇതിൽ തന്നെ നമുക്കൊരു 120 പറഞ്ഞ സെറ്റിലേക്ക് വേണമെങ്കിൽ ഒരു 85 വരെ നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മെറ്റീരിയൽ നമുക്ക് ഡിഫറെൻ്റ് ആക്കി കഴിഞ്ഞാൽ, മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ഫർണിച്ചറിൽ വരുന്നത്. അത് ഡിഫറെൻ്റ് ആക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറയും, പ്രൈസും കുറയും ഏകദേശം വരുന്നത്. നല്ല സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റിയതാണ്. നമ്മൾ ഈ ബെഡ്റൂം സെറ്റിലേക്കെല്ലാം സെപ്പറേറ്റ് സിംഗിൾ സെറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സെറ്റാണ് വരുന്നത്. അങ്ങനെ സാധാരണ ഇങ്ങനത്തെ ചെയറിലൊന്നും കാണാത്തൊരു കളറും ഇതിലും കുറെ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. കുറെ കളറും വരുന്നുണ്ട് ഇതിലേക്ക്. ഇങ്ങനെ അഴുക്ക് വരുമോ? ടച്ച് ചെയ്തിട്ട് അഴുക്ക് വരും. അതിനെന്താ നമ്മള് സാധാരണ നോർമൽ തുടക്കുക ക്ലീനിങ് തന്നെയാണ്. ചിക്കനിൽ വെള്ളം ജസ്റ്റ് നല്ല രീതിയിലാക്കാതെ തുടക്കുക, അത് തന്നെ ഉള്ളൂ. ഒരു ബെഡ്റൂമിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഒരു ഷേപ്പ് ഒക്കെ ഒരു വെറൈറ്റിയിൽ റെക്ലൈനർ ചെയർ എന്ന് പറയും ഇതിന്. റെക്ലൈനർ എന്നാണ് ഇതിന് പറയാം. ഇതിൽ തന്നെ പ്രസ് ചെയ്യണം. മരത്തിന് വെയിറ്റ് കുറയാനെ കൊണ്ടിട്ടാണ് അതിൽ വരുന്നത്. അതിൽ തന്നെ റൊട്ടേറ്റിംഗ് ഇല്ലാത്ത റൈറ്റാണ് ഇത് വരുന്നത്. റൊട്ടേറ്റിംഗ് ഇല്ല, പക്ഷെ സെയിം സംഭവം തന്നെയാണ് അതിൽ. ഇതും കാലും ഇങ്ങനെ കിടക്കാൻ പറ്റും. സൂപ്പർ. ബെഡ് ആക്കാനും സോഫ ആക്കാനും പറ്റും. അടിപൊളി. ഉറങ്ങണം തോന്നിയാല് പിന്നെ ഇപ്പോഴത്തെ ടീപ്പോന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ റൈറ്റാണ് ഇത് വരുന്നത്. ഇത് മൈക്കാണ്. ഏകദേശം ഒരു വെള്ളം തട്ടിക്കഴിഞ്ഞാലും ഇതായാലും ഒരു കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇതിന് എന്തായാലും വരൂല. ജസ്റ്റ് ഒരു വലുപ്പവും കാര്യങ്ങളും അതിനുണ്ടാവും. പുറത്തൊന്നും വെക്കണ്ടല്ലോ, ക്ലീനാക്കി വെക്കാൻ പറ്റും. പിന്നെ ഉള്ളിലേക്ക് ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ശോഭ മാട്രസിന്റെ മാത്രമായിട്ടുള്ളൊരു കളക്ഷനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ ഇത് മാട്രസ് മാത്രം വരുന്നത്? അതെ, ശോഭയുടെ മാട്രസ് മാത്രം വരുന്നത്. ശോഭന്റെ ഔട്ട്ലെറ്റ് ഒക്കെയാണ് നമ്മൾ. ശോഭയുടെ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യും? ശോഭന്റെ പ്രോഡക്റ്റ് മാത്രം. എന്താണ് ഈ ശോഭ ഇത്രയും? അത് മാത്രം ശോഭ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ വലിയൊരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. അവരുടെ കീഴിൽ വരുന്നതാണ് ഈ ശോഭ റെസ്റ്റോ പ്ലസ് എന്ന് പറഞ്ഞ മാട്രസ്. 2007 മുതൽ ഉണ്ടെങ്കിലും അവരധികം അങ്ങനെ പരസ്യം ചെയ്യാത്തത് കൊണ്ട് അധികം ആൾക്കാരൊക്കെ അറിയില്ല. പക്ഷേ US-ലേക്കൊക്കെ ഇമ്പോർട്ടിങ് ഒക്കെ ഉണ്ട്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ ഒരു ബെഡിന് എന്താണ് ഇത്രയും ഇതന്നെയല്ലേ കംഫർട്ടിങ് ആണ്. ഇതിപ്പോ ഓരോന്നും ഓരോ ടൈപ്പാണോ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചത്? അതെ, ഇത് പോക്കറ്റ് സ്പ്രിങ് വരുന്നത്. ഇത് റോൾഡ് പോക്കറ്റ് എന്ന് പറയുന്ന മാട്രസ് ആണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ
ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഇത് റോളായിട്ട് ചെറിയൊരു പീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് നമുക്കിപ്പോ നാളെ വരെ കൊണ്ടുപോയിട്ട് ഇത് മടക്കാൻ പറ്റുന്നതാണോ പറയുന്നത്? എന്നുവെച്ചാൽ അല്ല നമുക്ക് ചെയ്യുന്നേരോ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. എന്നുവെച്ചാൽ അത് മെഷീനിലിട്ട് റോൾ ചെയ്യുന്നതും നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം വരും. നമ്മള് വീട്ടിലേക്ക് പക്ഷെ നമ്മളങ്ങനെ മടക്കിയാലും ഇതിന് കംപ്ലൈൻറ്റ് വരില്ല. എന്നുവെച്ചാൽ ഇത് സ്പ്രിംഗ് മാട്രസ് ആയതിനെ കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ റോൾ ചെയ്യുന്നേരോ ഒരു സ്പ്രിങ് മറ്റേ സ്പ്രിങ്ങിൻ്റെ മുകളിൽ വന്നിക്കില്ലെങ്കിൽ ഇത് തമ്മിൽ ഡിസ്കംഫർട്ട് ഉണ്ടാവും. എങ്ങനെ റേറ്റ് എങ്ങനെയായിരുന്നു? റേറ്റ് ഇത് കുറച്ച് നോർമൽ റേറ്റിൽ വരുന്നത്, അത് 30 സംതിങ് റേഞ്ച് അത് വരുന്നുള്ളൂ. എന്ത് ഓരോന്നും ഓരോ ഡിഫറെന്റ് ആണല്ലേ? അപ്പോൾ ഇത് വരുന്നത് ഓർത്തോപെഡിക്കാണ്. ബാക്ക് പെയിനുള്ള കുറച്ചൊരു ഹാർഡായിരിക്കും, പക്ഷെ മുകളിൽ കുറച്ച് കിടക്കാൻ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ളവർക്ക് പില്ലോ 2 പില്ലോ എൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വൺ ആണോ കൂടുതൽ സോഫ്റ്റ് സ്പ്രിംഗ് ടൈപ്പ് വരുന്നത്? അതെ, ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വരുന്നത് അതിലാണ്. പിന്നെ ഓരോരുത്തരുടെ കംഫർട്ടിനനുസരിച്ച് ഹൈറ്റ് എങ്ങനെയാണ് ഡിഫറൻസ് അല്ലേ? ബെഡിന്റെ ഹൈറ്റ് ബെഡ് ഫോമിലാണെങ്കിൽ 4 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടാവും. പിന്നെ സ്പ്രിങ്ങിൽ വരുന്നേരം മിനിമം 6 ഇഞ്ച് എന്തായാലും വേണം. ഇതിന്റെ കോട്ട് ഗാലക്സിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നു. കട്ടിൽ നമ്മൾ മരത്തിലും സ്റ്റീലിലും ഇതിലാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ശോഭേന്റെ മാത്രം പ്രൊഡക്ട്സ് ആണ്? ശോഭ മാട്രസ് മാത്രം. വേറെ ബ്രാൻഡിന്റെ കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ മാട്രസ് ഇല്ലേ? വേറെ നമ്മൾ അപ്പുറം തന്നെയുള്ള ഔട്ട്ലെറ്റിലുണ്ട്. ഈ ഒരു സെക്ഷനിൽ സെക്ഷൻ ശോഭ മാത്രം. അവിടെ വെച്ചിട്ടുണ്ട് ചെറുത് ഇത് മിനിയേച്ചറാണ്. എൻ്റെ സാമ്പിൾ എന്നുവെച്ചാൽ ബെഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് സൈഡിൽ കൂടി ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതിൽ ഇതിൻ്റെ ഇതിലുള്ള ഫോമും സ്പ്രിങ്ങും പണ്ടത്തെ ബെഡൊക്കെയാണ് ഉള്ളിൽ ചകിരിയും അതൊക്കെയല്ലേ ഉണ്ടാവുന്നത്. ഇതിന്റെ ഉള്ളിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. സ്പോഞ്ച് അല്ലേ? ഇത് ലാറ്റക്സ് ആണ്. പിന്നെ സ്പ്രിങ് വരുന്ന ഭാഗം അല്ലേ? ഇത് മെമ്മറി ഫോം. മെമ്മറി ഫോം. അത് ഓരോ ലെയർ ആയിട്ട് ഫോമും സ്പ്രിങ് പിന്നെ മെമ്മറി ഫോം അല്ലേ? ലാറ്റക്സ് അല്ലേ ഇത്? ലാറ്റക്സ്. ഓക്കെ. അപ്പൊ നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങിക്കാല്ലേ? ഇത് തന്നെയാണ്. ഇത് ഹൈബ്രിഡ് കണത്തിൽ വരുന്നതാണ്. എന്നുവെച്ചാൽ 2 സൈഡ് നമുക്ക് ഒരുപോലെ കംഫർട്ട് ആയിരിക്കും. എന്നുവെച്ചാൽ എല്ലാ ബെഡിലും 2 സൈഡ് വരില്ല, എല്ലാം സിംഗിൾ സൈഡ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിലാണെങ്കിൽ തന്നെ ഒരു സൈഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റേ സൈഡ് നമുക്ക് ഭയങ്കര ഹാർഡായിരിക്കും. അത് നമുക്ക് കുറേ നാൾ ഒരു ഭാഗത്ത് തന്നെ കിടന്ന് അവിടെ കുഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കി തിരിച്ചു മറിച്ചു വിടാൻ പറ്റുന്നല്ലേ? അത് യൂസ് ചെയ്യുന്നതിന്റെ മാനുവൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞാലോ റൊട്ടേറ്റ് ചെയ്യണം. ബെഡ് റൊട്ടേറ്റ് ചെയ്യണം. എല്ലാ ബെഡും ആ ഒരു ടൈപ്പ് തന്നെ? എല്ലാ ബെഡും അതാണ്. ഇതാണോ ഏറ്റവും റേറ്റ് കൂടിയ ഐറ്റം പറയുന്നത്? നമ്മുടെ അടുത്ത് അല്ല, ഇതിലിപ്പോ ഏറ്റവും റേറ്റ് കുറഞ്ഞതും റേറ്റ് കൂടിയതും ഏതാട്ടോ? ഇത് നമ്മുടെ അടുത്ത് റേറ്റ് കുറഞ്ഞ ഐറ്റം വരുന്നത് ഇതാണ്. ഇത് സ്പ്രിംഗ് ആണ്, ബോൺലെസ് സ്പ്രിംഗ് ആണ് വരുന്നത്. ഇതാന്നേരം നമ്മളിപ്പോൾ 2 ആൾ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കുകയാണെങ്കിൽ പാർട്ണർ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരാൾ എണീക്കുകയോ ഇരിക്കുകയോ ഇളകുകയോ ചെയ്താൽ മറ്റേ ആൾക്ക് അത് ഫീൽ ചെയ്യും. അന്നേരം ഇപ്പം ബാക്ക് റിലേറ്റഡ് ഇഷ്യൂ വരെ കുറച്ചുകൂടി ചാൻസ് ഈ ബോൺലെസ് സ്പ്രിംഗ് യൂസ് ചെയ്യുന്നവരാണ്. റേറ്റ് കൂടിയത് ഇതല്ല, നമ്മൾ നേരത്തെ കണ്ട സ്മോൾ മിനിയേച്ചറാണ്. ഇതാണ് ഇപ്പോൾ ഒരു നോർമൽ വരുന്നതിൽ റേറ്റ് കൂടിയത് ഇതാണ്. നമ്മുടെ ബോച്ചയൊക്കെ യൂസ് ചെയ്യുന്ന ബെഡാണിത്. ബോച്ച കിടക്കുന്ന ബെഡ് ഇതാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ ബോച്ച ഇതിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പം ഞാനൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ. അന്നേരം പാർട്ണർ ഡിസ്റ്റർബൻസ് തീരെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പോക്കറ്റ് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. മെമ്മറി ഫോമും വിത്ത് മെമ്മറി ഫോമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ചൂടുള്ള സമയമാണെങ്കിൽ ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ട് നമ്മളെ ബോഡി ടെമ്പറേച്ചർ ലോ ആക്കി വെക്കും. മറ്റൊരാൾ അറിയില്ല. അതാ സ്പ്രിങ്ങിൽ വരുന്നേരവും ബോണൽ സ്പ്രിങ്ങിൽ വരുന്നേരോ ഇപ്പം പറഞ്ഞ ഡിഫിക്കൽറ്റി ഉണ്ടാവും. ബോച്ചയൊക്കെ ഈ ഒരു ബെഡിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്.
അപ്പോൾ ഒരു ബെഡ് വാങ്ങാൻ വരുന്നതായിരിക്കും അല്ലേ, ഒരു മാട്രസ് വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ആദ്യം ചോദിക്കുന്നത്? ഞങ്ങൾ അധികം ഈ ഏജാണ് ഞങ്ങൾ ആദ്യം ചോദിക്കുക. പറയാൻ കാരണം ഏകദേശം ഒരു 75 ഉള്ള ഏജ്, അതേപോലെ തന്നെ ഒരു 65, അതേപോലെ തന്നെ ഒരു 45, ഈ ഏജിനനുസരിച്ചുള്ള മാട്രസാണ് ഞങ്ങൾ സജഷൻ ചെയ്ത് കൊടുക്കുക. അത് ചിലവർക്ക് ബാക്ക് പെയിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചുള്ള ഈ മെഡിക്കേറ്റഡ് അത്യാവശ്യം ആദ്യം ഞങ്ങൾ ചോദിക്കുക വെയിറ്റ് ആണ്, നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട്, കസ്റ്റമറുടെ വെയിറ്റാണ് ഞങ്ങൾ ചോദിക്കുക. അതിനനുസരിച്ചുള്ള മാട്രസ്. ചില ഷോപ്പിലൊക്കെ ഞങ്ങൾ പോയാൽ കാണുന്നത് മെയിൻ എന്താ ബെഡ് കുത്തനെ വെച്ചൊരു സംഭവം ഞങ്ങൾ കാണുക. പക്ഷെ ഇതിൽ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പറയാൻ കാരണം കവർ വരെ ഞങ്ങൾ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫീലിംഗ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മാട്രസാണ് കസ്റ്റമർ സജഷൻ ചെയ്യുക. ഓക്കെ, ഇതിലും ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിൽ വരുന്നുണ്ട്. ഒരു കസ്റ്റമേഴ്സിനോട് പറയാൻ കാരണം ഇപ്പോഴത്തെ ഇൻറ്റീരിയർ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അൺസൈസാണ് മാട്രസൊക്കെ വരുന്നത്. ഒരു നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ 75-60 ആണ്. ചില കസ്റ്റമർക്ക് എന്ന് പറയുമ്പോൾ ഒരു 85 അങ്ങനെയൊക്കെ ഓരോ സൈസിൽ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് വരുന്നത്. ചെയ്തു കൊടുക്കാൻ പറ്റും, ഏത് കാറ്റഗറിയിലേക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. പറയാൻ കാരണം മാത്രമല്ല അത് വേറെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് നോക്കുന്നുണ്ട്, വെയിറ്റ് നോക്കുന്നുണ്ട് ഫസ്റ്റ് കസ്റ്റമേഴ്സ്. പറയാൻ കാരണം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു നോർമൽ അധിക കസ്റ്റമർ വന്ന് പറഞ്ഞാൽ കട്ടില് ഹൈ ക്വാളിറ്റി ആണ്, ബെഡ് ലോ ക്വാളിറ്റി. നേരെ തിരിച്ചാണ് ഞങ്ങൾ പറയാം. കട്ടില് ഉപ്പൂത്തിൻ്റെതാണെങ്കിലും ബെഡ് ഹൈ ക്വാളിറ്റി, അതിന്റെ മുകളിൽ ഞങ്ങൾ റിലാക്സ് ചെയ്ത് കൊടുക്കുന്നു. പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ ഒരു 6 മണി വരെ ഞങ്ങൾ ഹാർഡ് വർക്ക് എടുത്ത് അതിന്റെ മുകളിൽ കിടന്നിട്ട് ഉറക്കം കിട്ടിയില്ല. അതിന്റെ അന്നത്തെ ദിവസം വരെ പോയി ഉറക്കാണ് നമുക്ക് ഏറ്റവും മെയിൻ, അതിനെ നമ്മൾ പ്രദാനം ചെയ്യേണ്ടത്. ഓക്കെ, അടിപൊളിയായിരിക്കണം. ഓക്കെ, എനർജിയാണ് നമുക്ക് ഏറ്റവും വലിയ ബെഡിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമല്ല, ഓഫീസിന്റെ ഇന്റീരിയേഴ്സ് കൂടി നമുക്കിവിടെ ഈ ഗാലക്സിയിൽ കിട്ടുന്നുണ്ട്. ഡിഫറെൻറ്റ് ചെയേഴ്സ് അല്ലെ, ഓഫീസ് ചെയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. പല വെറൈറ്റീസിൽ, പല റേറ്റിൽ, പല മോഡൽസിലുള്ള ഓഫീസ് ചെയേഴ്സും ഗാലക്സിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ വേണ്ട ടേബിൾസ് ആയാലും ഇവിടെ കിട്ടുന്നുണ്ട്. ഓഫീസിൽ യൂസ് ചെയ്യുന്ന റിവോൾവിംഗ് ചെയേഴ്സ് ഒരു 2500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2500 മിനിമം റേറ്റ് ആണ്, അപ് ടു 18,000 അല്ലേ, 18,000 വരെ വരുന്ന റിവോൾവിംഗ് ചെയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ സ്കൂൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ കുട്ടികളുടെ ബെഞ്ച്, ഡെസ്ക് സെറ്റൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട്? എൻ്റെ ഹൈറ്റിന് പറ്റിയ ചെയർ, സൂപ്പർ അല്ലേ, കാലൊക്കെ വെക്കാൻ നല്ല കംഫർട്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഗാലക്സീൻ്റെ തന്നെ ബെഡ്റൂം സെറ്റിൻ്റെ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റേറ്റ് ഒക്കെ ഇത് പാർട്ടിക്കിൾ ബോർഡിലാണ് ഇത് വരുന്നത്. പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുമ്പോൾ ഇത് ഈ ലോ ബഡ്ജറ്റിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാം. പിന്നെ വാറണ്ടി ഉണ്ട്, 5 വർഷം വാറണ്ടി ഉണ്ട്, ഒന്നും ആയി പോകുന്നില്ല. ഈ മൊത്തം സെറ്റ് വരുന്നത് 19,000 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ ഒരു 3 ഡോർ അലമാര വരുന്നുണ്ട്, ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്, ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട്, കട്ടിൽ വരുന്നുണ്ട്, അതായത് കോട്ട് വരുന്നുണ്ട്. ഓക്കെ, മാട്രസ് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്നത്? മാട്രസ് നമ്മൾ ചോയ്സിനനുസരിച്ച് എല്ലാ ടൈപ്പും മാട്രസ് ലോ ബഡ്ജറ്റിൽ തുടങ്ങും. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാം. ലാസ്റ്റ് ഷുവർ. വാറണ്ടി ഉണ്ട്, സർവീസ് ഉണ്ട്. ഇത് ഈ കോട്ടിൽ എങ്ങനെയാ സ്റ്റോറേജ് ഉണ്ട്. അത് ഹൈഡ് ആയിട്ടുള്ള സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കണ്ടില്ലേ? പിന്നെ ഇവിടെ അതെ, ഈ സൈഡിലൊക്കെ ഒക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ വേറെ വരുന്നത് കളേഴ്സ് ചേഞ്ച് ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുക, നിങ്ങൾ റൂമിന്റെ സൈസിനനുസരിച്ച് ചെയ്യുക. ചില സ്ഥലത്ത് റൂം ചെറുതായിരിക്കും, ലോങ് വലുപ്പത്തിനനുസരിച്ച് ഇവിടെ ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് അവിടെ വന്നിട്ട് മെഷർമെന്റ് എടുത്തിട്ട് പിന്നെ നിങ്ങളെ ചോയ്സിനനുസരിച്ച് ചെയ്തു. അതുണ്ട്, ഏതൊരു പിക്ചർ കാണിച്ചു തന്നാലും ആ പിക്ചറിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. 15 ഡേയ്സ് ഒരു 10 ദിവസം കൂടെ കഴിയും, ഒരു 5 ദിവസം ജാസ്തി പറയുന്നതാണ്, കഴിയുന്നത് പെട്ടെന്ന് കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇത് മഹാഗണിയാണിത്. മഹാഗണിയിൽ വരുന്നതാണിത്. 6.25 സൈസാണ് ഇത്. ഇതിൻ്റെ കൂടെ 2 സൈഡ് ബോക്സും ഒരു 4 കള്ളി അലമാറയാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ട്രീറ്റഡ് ചെയ്ത മഹാഗണി ഐറ്റംസ് ആണിത്. പിന്നെ തുറന്നു നോക്കുക, ഉള്ളത് നല്ല സ്പേസസ് ആണ്.
ഓക്കെ മഹാഗണി ഫുൾ ഗ്യാരണ്ടി അല്ലേ? ഫുൾ ഗ്യാരണ്ടി ഒന്നും ആവില്ല ഇത്. ഇത്രയും നല്ല അതിന്റെ മാച്ച് കളേഴ്സിൽ തന്നെ കളേഴ്സ് ഉണ്ട്. സൈഡ് ബോക്സ് ഉണ്ട്, സൈഡ് ബോക്സ് ഉണ്ട്, ഡ്രസ്സിംഗ് ടേബിൾ. ഇപ്പൊ എല്ലാ ടൈപ്പില് കസ്റ്റമേഴ്സിന്റെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാം. റൂമിന്റെ സൈസിനനുസരിച്ചും ബഡ്ജറ്റിനനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഇത് UV ബോർഡ് വിത്ത് പാർട്ടിക്കൽ, അതായത് ഇതിന്റെ ഡോറുകളൊക്കെ നല്ലതാണ്. പിന്നെ ഇത് ഒരുപാട് കളറിൽ ചെയ്യാൻ പറ്റും. ഇന്റീരിയർ അനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ നമ്മൾ ചില വീടുകളിൽ പോയാൽ ആ വീട്ടിൽ ചെറിയ സ്പേസ് ആയിരിക്കും, കയറാൻ പറ്റാത്ത സ്പേസ് ആയിരിക്കും. ചിലപ്പോൾ സ്റ്റെയർ കയറിയിട്ട് മേലോട്ട് പോകേണ്ടി വരും, അപ്സ്റ്റെയർ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് പാർട്ടായിട്ട് ചെറിയ പീസായിട്ട് ഇവിടെ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ കൊടുക്കും. അത് കട്ടിലായിക്കോട്ടെ എന്തായാലും കട്ടിലായാലും അത് അതിനുള്ള സംവിധാനം ഉണ്ട്. കേറാത്തൊക്കെ ഉണ്ട്. കൊണ്ടുപോകാൻ പണിയായിരിക്കും. അപ്പൊ പീസ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്യും. ഇതാ ഞാൻ പറഞ്ഞ പോലുള്ളതാണ്. ഇത് 4 ഡോർ അലമാര. അതൊരിക്കലും ഒരു വീട്ടിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് പാർട്ടായിട്ടുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് അതിൽ ഇൻസ്റ്റാൾ ചെയ്താലും അത് മനസ്സിലാത്ത രീതിയിൽ കാണാൻ 4 ഡോർ അലമാരകൾ ഉണ്ടാവും. ഇതേമാതിരി സിംഗിൾ ആയിട്ട് വേണേൽ ചെയ്യാം. ഇത് ഡബിൾ ഡോർ ചിലപ്പോൾ ചില വീട്ടിലും ചില സ്റ്റെയറും ചില വരാന്തേക്ക് കയറൂല. ഫുൾ ഫിറ്റിലുള്ളത്. ഇത് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിങ്ങനെ ഊരിയിട്ട് കൊണ്ടുപോവുക ചെയ്യാം. ഇങ്ങനത്തെ 4 എണ്ണം കൊണ്ടുപോകാൻ പറ്റൂല. ഇത് ഓൾറെഡി സെയിൽ ആയതാണോ സാധനം? ഇത് സോൾഡ് ആണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് ബെഡ്റൂം സെറ്റ്സ് കണ്ടു. അതായത് ഒരു കോട്ട്, വാർഡ്രോബ്, പിന്നെ സൈഡ് ടേബിൾ ഒക്കെ വരുന്ന ടൈപ്പിൽ ഒരുപാട് ഐറ്റംസ് കണ്ടു. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ചിട്ട് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അവരവരെ റൂമിന്റെ സൈസ് അനുസരിച്ചിട്ട് ഇവര് കസ്റ്റമൈസ്ഡ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ റേറ്റിലുള്ള പ്രോഡക്ട്സ് ഈ ഗാലക്സി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഗാലക്സി ഇൻറ്റീരിയേഴ്സിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്. ഇപ്പോൾ ഇവിടെ പല ഐറ്റംസും നിങ്ങളുടെ ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇവർ ചെയ്തു തരുന്നതാണ്. പിന്നെ EMI ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ മീൻസ് അഥവാ കളർ ഇഷ്ടപ്പെട്ടു അല്ലെ വേറെ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെ സൈസ് ഡിഫറൻസ് ചെയ്യാം. നമുക്ക് ഓരോ വീട്ടിന് പറ്റിയ അളവിൽ നമുക്ക് ഇവർ 2Dയിലും 3Dയിലും നമുക്ക് ചെയ്തു തരും ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു 10 ദിവസമാണ് അവർ മിനിമം 10-15 ദിവസത്തിനുള്ളിൽ അവർ ചെയ്തു തരുന്നുണ്ട് സാധനങ്ങളെല്ലാം തന്നെ. അപ്പോൾ പുതിയ വീടൊക്കെ എടുക്കുന്നവർക്ക്, വീട്ടിൽ കൂടുതലൊക്കെ മുന്നിൽ വരുന്നവർക്കാണെങ്കിൽ എല്ലാം കിട്ടും. അതായത് ഒരു ഐറ്റം മാത്രമല്ല, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഗാലക്സിയിൽ വന്നിട്ട് റെഡി ക്യാഷ് ആയിട്ട് നമുക്ക് കൊടുക്കാനില്ലെങ്കിൽ EMIയിൽ നമുക്ക് ഒരു വീട്ടിൽ കൂടുതൽ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് അവൈലബിൾ അല്ലെങ്കിൽ അവരെന്ത് ചെയ്ത് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്തേക്ക് തൽക്കാലം നമ്മൾ ഇവിടെയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് തരും. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള സാധനം റെഡി ആയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ഇവരെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം. ബൈ. ഓക്കെ, ബൈ.